ഗിരിജെ ആ ഗുളിക കൊണ്ടെടുത്തേ. ഇനി അത് കഴിക്കാണ്ട് തട്ടിപ്പോണ്ട. ഈ മരുന്ന് കമ്പനിക്കാർ ഓരോ ഗുളിയൊക്കെ ഉണ്ടാക്കി ഇതിനൊക്കെ എന്താ ഗുണമുണ്ടെന്ന് ആരോട് ചോദിക്കുന്നു? ഇതാ സന്തോഷേട്ടാ ഗുളിക. ആ ഒറ്റ ദിവസം മറക്കണ്ട. ഏയ് ഇല്ലില്ല, കൊളസ്ട്രോൾ കൂടുതലാന്ന് ഡോക്ടർ കാണുമ്പോ പറയും. പിന്നെ ഇവരൊക്കെ പറയുന്ന വിശ്വസിക്കല്ലാതെ നമുക്ക് അതിനുണ്ടെന്ന് പ്രശ്നമുണ്ടോ? അതുമില്ല, അതാ സ്ഥിതി. ഒന്നും ഇല്ലാണ്ട് ഒരു വെറുതെ പറയോ? അല്ലേലും ആ ഡോക്ടറെ അടുത്ത് എന്താ തിരക്ക്? നിങ്ങൾ കണ്ടിട്ടില്ലേ? പോരാത്തേന് ആ ഡോക്ടറെ അടുത്ത് നല്ല പെരുമാറ്റം. ഡോക്ടർക്ക് നല്ലോണം പെരുമാറുന്നത് എന്താ? ദിവസേന 4,000 രൂപ വരുമാനം കിട്ടുന്നുണ്ടല്ലോ. ഇത്രയും പൈസ കിട്ടുന്നുണ്ട്, നമുക്ക് നല്ലോണം പെരുമാറാമല്ലോ. നിങ്ങൾ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. നിങ്ങൾ ആ മൊബൈല് താഴ്ത്തി വെച്ചിട്ട് ഒന്ന് നടക്കാൻ നോക്ക് സന്തോഷേട്ടാ. അല്ല, ഈ നടത്തം കൊണ്ടൊക്കെ ആർക്കൊക്കെയാ ഗുണം? ആരോടാ ചോദിക്കുന്നത്? നമ്മളെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ ഇങ്ങനെ മോർണിംഗ് വാക്കിന് പോയിട്ടാ ഓരൊക്കെ നല്ല ആരോഗ്യത്തിലല്ലേ നിന്നത്. എന്റെ അമ്മമ്മയൊക്കെ പറമ്പില് തിരിഞ്ഞു കളിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാഴ്ചക്ക് പോരെങ്കിൽ എന്റെ അമ്മമ്മയൊക്കെ ആരോഗ്യവതിയായിരുന്നു. അന്നത്തെ ആൾക്കാരൊക്കെ നല്ല ആരോഗ്യമുള്ളവരായിരുന്നല്ലോ. അവർക്ക് അധികം തിന്നാനൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഒരു പായലും പുല്ലായാലും ഒക്കെ എത്ര ആളുകളാണ് നിരന്ന് കിടന്നിരുന്നു. അതൊക്കെ ഒരു നല്ല കാലമായിരുന്നല്ലേ ഗിരിജ? ഓർക്കന്ന് ഫാനും വേണ്ട, AC-യും വേണ്ട. ഇപ്പോഴല്ലേ എല്ലാം തകിടം പറഞ്ഞത്. ഒന്ന് നമ്മള് വർത്താനം പറയാൻ നോക്കുമ്പോഴേക്കും ആ ചങ്ങായി അതാ വരുന്നത്. പോവുക. എന്തൊക്കെ സന്തോഷേട്ടാ വിശേഷങ്ങൾ? ഒന്നുമില്ല പോയ, ഞങ്ങൾ പഴയ കാലത്തെ പറ്റി പറയുകയായിരുന്നു. അന്നൊക്കെ നമ്മുടെ പൂർവികന്മാരൊക്കെ നമ്മുടെ പറമ്പിൽ നിന്നാണ് ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. അന്ന് എന്തൊക്കെയാണ്? ചക്ക, മാങ്ങ, പിന്നെ ജാമ്പയ്ക്ക, പൂള, അങ്ങനെ പലതും. ശരിയാ സന്തോഷേട്ടാ, അതൊരു കാലം തന്നെയായിരുന്നു. എത്ര പറമ്പിൽ പോയിട്ടാ മാങ്ങ എറിഞ്ഞ് കൊണ്ടുവന്ന് തിന്നത്. അന്ന് വിശപ്പ് മാറ്റാൻ വേറൊന്നും വേണ്ടല്ലോ. ഉപ്പ തോടിയിൽ പോയിട്ട് വല്ലതും കിട്ടിയാൽ ഞങ്ങൾക്കന്ന് പെരുന്നാളാ. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ എത്ര പിള്ളേരാ. ശരിയാ പോയ, അതൊരു കാലം തന്നെയായിരുന്നു. തൈത്തെങ്ങിന്റെ അടുത്ത് പോയി ഇളനീരും തേങ്ങയൊക്കെ കുത്തി തള്ളിയിട്ടത്, വലിയ കൊക്ക കൊണ്ട് കുത്തി തള്ളിയിട്ടത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. ഇതൊക്കെ ഓർമ്മിക്കുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നുന്നു. എല്ലാരും വെവ്വേറെയായി. വല്ലപ്പോഴും ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ കാണാം, അത് തന്നെ ഭാഗ്യം. കുറഞ്ഞ സമയം കാണുമ്പോൾ എന്തെങ്കിലും വർത്തമാനം പറയാൻ സമയം കിട്ടുന്നു. ഇതൊരു വല്ലാത്തൊരു കാലം. ഇതൊക്കെ ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിജ്ഞാനം.